അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് മ്യൂച്വൽ ആണെങ്കിൽ അതിൽ അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഷ്ടത്തിന്റെ ഭാഗമാണ്. ഒരു സെക്സിന് വിവാഹം കഴിയണം എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സമൂഹം അതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് തെറ്റ്, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണോ അവർക്ക് 2K കിഡ്സ് എന്നാണ് ഇവരെ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിനില്ലേ മറ്റേ ചൊറിയം കൊടുത്തില്ലേ, അത് എടുത്തിട്ട് എന്ന് പറയുന്ന ഈറ്റങ്ങൾ ഇങ്ങനെ മറ്റേ ഇത് ചെയ്ത പോലെ നമ്മളെ ഇവൻ ചെയ്ത പോലെ ചെയ്യണമായിരുന്നു. അതായത് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ അകത്ത് മറ്റേ ഈ ടൗസർ അയച്ച് കാണിക്കുന്ന ഒരുത്തനില്ലേ, ഓനെ മറ്റേ ചൊറിയം കൊടുത്തി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ലേ, അതേപോലെ ചെയ്യണം ഇവിടെ. 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ നാണം കെട്ട ടീമുകൾ. ഇവരൊക്കെ പറയുന്നത് പ്രബുദ്ധ മലയാളികളാണ്, പ്രബുദ്ധ കേരളമാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, തേങ്ങാക്കൊല മണ്ണാങ്കട്ടിയാന്ന്. ഇവറ്റകളെന്താ പറയുന്നതെന്ന് അറിയാം. അതായത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും പോയിട്ട് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ഇതാക്കട്ടെ. എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെ കേൾക്കുന്ന നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടെസ്റ്റ് എടുത്ത് നടത്തിക്കോ. അതും കൂടി ഇനി വേണം. ജാതകമൊന്നുമല്ല നമുക്ക് വേണ്ടത്. ജാതകം നോക്കലോ അല്ലെങ്കിൽ മറ്റേ നല്ല സമയം നോക്കലോ മുഹൂർത്തം നോക്കലോ ഒന്നുമല്ല. നമ്മൾ മറ്റേ ടെസ്റ്റ് എടുക്കുക പോയിട്ട്, അതാണ് വേണ്ടത് ആദ്യം തന്നെയായിരുന്നു. എന്തൊരവസ്ഥയാണ്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? പ്രബുദ്ധമായി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗങ്ങളാണ് ഇതൊക്കെ പറയുന്നത് കേട്ടാ. നല്ല രീതിയിൽ ജീവിക്കുന്ന, കുടുംബമായി ജീവിക്കുന്നവരെ കാണുമ്പോഴുണ്ടാകുന്ന ചില ചൊറിച്ചിലുള്ള കൊച്ചമ്മമാരുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ ന്യൂജനാണ്, ഞങ്ങളൊക്കെ വീജനാണ്, ഞങ്ങളൊക്കെ ഗിങ്കടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ നടക്കും. ഇവറ്റകൾക്ക് എന്താ പ്രശ്നം എന്നറിയാം, ഇവർക്കൊന്നാമത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കുട്ടികളെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ നേരെ ചൊവ്വ ഉണ്ടാവില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് ഓടിയിട്ട് വേറെ കുടുംബം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ മറ്റേ പണ്ട് ജഗതി ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ കൈത്തോള് കാണിച്ചിട്ടുള്ള ഇതൊന്നും നടക്കുന്ന കുറേ ടീമുകൾക്കൊരു വിചാരമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തോ ഒരു വലിയ സംഭവമാണ്, നമ്മൾ മൊത്തത്തിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഒന്ന് മാറ്റിപ്പിടിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതായിരിക്കണം ഇവിടെ നിയമം, ഞങ്ങൾ പറയുന്നത് മാത്രമേ എല്ലാവരും കേൾക്കാവൂ എന്നുള്ള കുറച്ച് കൊച്ചമ്മമാരും കുറച്ച് ഇപ്പോഴെന്ന് പറഞ്ഞാൽ 2K കിഡ്സ് എന്ന് പറയുന്ന കുറച്ച് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാലോ, 2K കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസേൻ്റെ വിവരമില്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് 2 പേരും വേറെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും കഴിക്കേണ്ട, ഏതെങ്കിലും ഒരു റൂം എടുക്കുക, ചോദിച്ചു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ. അങ്ങനെ കുറേ കഴിയുമ്പോൾ എന്താ സംഭവിക്കുമെന്നറിയാം. അതായത് ഈ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് പെണ്ണ് അവസ്ഥ പോവും. അത് കഴിഞ്ഞപാട് മറ്റവനെന്ത് ചെയ്യുന്നറിയാം, ഇനി ഇതിനെന്തിനാന്ന് പറഞ്ഞിട്ട് അടുത്തതിൻ്റെ അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞ് ഇത് പിന്നെ ഡിപ്രഷൻ അടിച്ച് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറയാൻ കിടാതെ ഇങ്ങനെ അങ്ങ് നടക്കും. ഇതുപോലെ കൊച്ചിയിൽ നടക്കുന്ന തേരാപ്പാര നടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. നിങ്ങൾ നോക്കി പോയിട്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4-5 വർഷം ലിവിങ് ടുഗദറായിട്ട് അവരൊക്കെ അടിച്ചു പൊളിച്ച് ജീവിച്ചവരായിരിക്കും. ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുതിയനെ മതി, പിന്നെ ആണുങ്ങൾക്ക് പുതിയനെ മതി. അവന്മാർ അതിൽ വികേന്ദ്രന്മാരാണ്. അതായത് പെണ്ണുങ്ങൾ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലം കൊണ്ട് എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ അടിച്ച് അവരുടേതെല്ലാം തീർന്നു പോയിട്ടുണ്ടാവും. പിന്നെ അവരെന്ന് പറഞ്ഞാൽ കാറ്റ് പോയ ബലൂൺ പോലെ ഇങ്ങനെ നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആണുങ്ങൾ വികേന്ദ്രന്മാർ, ഓൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത ചില്ലയിലേക്ക് ചേക്കേറും. അതാണ് കാരണം. എന്താ വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ, 40 കഴിഞ്ഞ ആണുങ്ങളെ പ്രേമിക്കണം, 40 കഴിഞ്ഞ പെണ്ണുങ്ങളെ പ്രേമിക്കണം, 40 കഴിഞ്ഞ അവരെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വേറെയും വരും. അപ്പോൾ ഇപ്പോഴ് ഈ പിന്നെ ഇതുപോലെയുള്ള ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന 2K കിഡ്സ് എന്ന് പറയുന്ന ടീം പറയുന്ന കാര്യം, ലൈംഗിക ബന്ധമൊന്നും അതൊന്നും ഒരു വിഷയമല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, കല്യാണം കഴിക്കൽ എന്നൊക്കെ പറഞ്ഞ് ആരോ ഉണ്ടാക്കിയൊരു ചടങ്ങാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല. നമ്മൾ ഇതിന് തന്നെയാണ് പറയുന്നത്. നമ്മൾ പല പുരുഷന്മാരെടുക്കുകയും പോയി കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകും. അതൊന്നും ഇവറ്റകൾക്ക് മനസ്സിലാകുന്നില്ല. ഇവറ്റകളോട് ആരാ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രോഗം മാത്രമല്ല ഇതിലൂടെ പകരുന്നത്, പലതരത്തിലുള്ള ലൈംഗിക രോഗങ്ങളും പടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അയ്യോ ചേച്ചിമാർ ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ, ഓ അപ്പോൾ ഇതിന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതുപോലെ അങ്ങ് നടന്നേക്കാം എന്ന് ഒരു 10 പിള്ളേർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഇവർ വിജയിച്ചു, നമ്മൾ തോറ്റു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് പല മാതാപിതാക്കളും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കലാണ്. അതായത് ആൺസുഹൃത്ത് എന്ന് പറയുന്ന കുറേ വർഗത്തിൻ്റെ കൂടെ പോയിട്ട് കുറേ എണ്ണം ജീവിതം കളഞ്ഞു.
പിന്നെ കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ പിച്ചാത്തി മോനേൻ്റെ മുകളിൽ ജീവൻ കളഞ്ഞു, കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒഴിച്ചിട്ട് ജീവൻ കളഞ്ഞു. ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ ദുരന്തത്തിലും ഇതിലും പെട്ട് നടക്കുമ്പോഴും ഇപ്പോഴും 2K കിഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈ ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും തോന്നാം, ആരുടെ കൂടെയെങ്കിലും പോകാം. ഇതൊന്നുമല്ല മക്കളെ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സമാധാനമുള്ള ജീവിതം എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് നമ്മൾ തോന്നുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തനെയും കൊണ്ടുപോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിയും കൊണ്ടുപോയിട്ട് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സംഭവവും അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പിന്നെ തന്നെ പിന്നെ ഈ തിരിക്ക് വെക്കലും പിന്നെ MDME ABCD ഒക്കെ എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ ഉണ്ട്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ടീമുകളാണ് ഇതിൻ്റെ പിന്നിൽ. അതായത് കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ കുറേ ടീമുകളുണ്ട്. കുടുംബമായി ജീവിക്കുന്നവരെ കാണുമ്പോൾ അസൂയുള്ള കുറേ ടീമുകളുണ്ട്. ഇനി ഒരാൾക്കും ഇതുപോലെ നല്ല കുടുംബം ഉണ്ടാകരുത്, അവൻ സമാധാനിക്കരുത്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയാം, കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം ഉണ്ടാവുമോ, കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുണ്ടാവുമോ, കുടുംബം ഉണ്ടായിട്ട് നിങ്ങളെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ടോ, കുടുംബം ഉണ്ടായിട്ട് നിങ്ങളെ ഭർത്താവ് നോക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം വേറെയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സാമൂഹികമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് അതില്ലാതാക്കണം. അതില്ലാതാക്കിയിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മൃഗതുല്യരായിട്ട് ജീവിക്കണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു സംഭവം മാത്രം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അത് ലഹരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇങ്ങനെ കുറേ എണ്ണം നമ്മുടെ കൊച്ചിയിലും അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പലതും പറയും, അവരൊക്കെ പല സംഭവങ്ങളും ചെയ്യും. പക്ഷേ നല്ലവരായ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, തറവാട്ട് പറന്ന അച്ഛനും അമ്മക്കും പറന്ന ഇത് ഓപ്പണായിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ടീമുകളൊന്നും ഒരു തറവാട്ടിലും പറഞ്ഞവരല്ല. അതാണ് പറയാനുള്ളത്. നല്ല നല്ല പിന്നെ തന്തക്ക് പറഞ്ഞാണെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല കുടുംബജീവിതമൊക്കെ നയിച്ച് അവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ടാകും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരുത്തനെ മതി, എന്തെങ്കിലും ചെയ്തിട്ടെങ്കിൽ ജീവിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ ആൾക്കാരുടെ പേരടിക്കണം. ഇപ്പോൾ ഉണ്ടല്ലോ കുറേ എണ്ണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു വകുപ്പിലെ ഇത് പെടുത്തുക, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകമായ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഈ ഒരു അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെ ദുരന്തമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് അച്ഛനമ്മമാർ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 2 മണിക്കും 3 മണിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ പുറത്ത് കയറി പോയിട്ട് ആക്സിഡൻറ്റിൽ മരിച്ചവരൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, പിന്നെ ഒരു ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.